പലപ്പോഴും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ റിലേഷൻഷിപ്പിൽ തന്നെയും അല്ലെങ്കിൽ ചുറ്റുമുള്ള എനേബിളേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്ന വളരെ ലീതലായിട്ടുള്ള, വളരെയധികം ഹാം ചെയ്യുന്ന, ഡോക്ടർ രമണി തന്നെ ഡെത്ത് ബൈ 1000 കട്ട്സ് എന്ന് വിളിച്ചിട്ടുള്ള അത്രയും ഇൻസീഡിയസ് ആയിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് അല്ലേ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത്. ഗ്യാസ് ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. പലപ്പോഴും ഗ്യാസ് ലൈറ്റ് ചെയ്തു, ഈ വ്യക്തി എന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും ആക്റ്റീവായിട്ടുള്ളൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അവിടെ അങ്ങനെ ആക്റ്റീവായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതാം. അവിടെ അങ്ങനെ ആക്റ്റീവായിട്ട് ഈ വ്യക്തി അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ആളുകളാവട്ടെ, എനേബിളേഴ്സ് ആവട്ടെ, സിസ്റ്റം തന്നെ ആവട്ടെ, നമ്മൾ ഇമോഷണലി ഹേർട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഹേർട്ട് ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതാം. എങ്ങനെയായിരിക്കും അത് നമ്മളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നത്? നമ്മൾ പറയുമ്പോൾ തന്നെ തോന്നും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമോ, എങ്ങനെയാണ് അതങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്നത് എന്ന്. ഇന്ന് നമുക്ക് സംസാരിക്കാം. നമ്മളെ ആ ഒരു സൈലൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് ബൈ സൈലൻസ് എന്നുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നും എന്തുകൊണ്ടാണ് അത് പലപ്പോഴും നമ്മളെ അത്രമാത്രം ആഴത്തിൽ ബാധിക്കുന്നത് എന്നുള്ളതും. ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? നിങ്ങൾക്ക് എന്താണ് ആ ഒരു കൺസെപ്റ്റുമായിട്ട് പറയുമ്പോൾ തോന്നുന്നത്? കമൻറ്റിൽ രേഖപ്പെടുത്താമോ? നമുക്ക് വിഷയത്തിലേക്ക് വരാം. എല്ലാവർക്കും സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളെപ്പറ്റി, അത് നമ്മളുടെ മാനസികാരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ വിശദമായിട്ട് സംസാരിക്കാറുണ്ടല്ലേ. പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിലൊരു അവയർനെസ് നേടുന്നത് പലപ്പോഴും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കി കൊണ്ടുപോകാനും അടുത്ത ജനറേഷനുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് അവരെ കൊണ്ടുവരാനുമെല്ലാം നമ്മളെ ഒത്തിരി സഹായിക്കും. ഈ ഒരു കാര്യത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പലപ്പോഴും നമ്മൾ ഒരുപാട് തരം ഗ്യാസ് ലൈറ്റിംഗ് എക്സ്പീരിയൻസുകളെ പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ട്, അതുണ്ടാക്കുന്ന പ്രതിസന്ധികളെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്. നമ്മളുടെ ഈ ചാനലിൽ തന്നെ ഒത്തിരി വീഡിയോസ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ ലീതലായിട്ടുള്ള, എന്നാൽ അധികം ആരും അത്ര തന്നെ സംസാരിക്കാത്ത ഒരു തരം ഗ്യാസ് ലൈറ്റിംഗ് ആണ് സൈലൻസിലൂടെ ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു അവസ്ഥ. പലപ്പോഴും നമ്മൾ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത് അല്ലേ. എൻ്റെ റിയാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു, ഇന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്ന രീതിയിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എല്ലാം ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള എലമെൻ്റ് ഉണ്ട്. വാട്ട് ഇഫ് ഒരു ഇടപെടലും ഇല്ല എന്ന് കരുതാം. റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതില്ല, എംപത്തൈസ് ചെയ്യുക എന്നുള്ളതില്ല, ആർ യു ഓക്കെ എന്ന് ചോദിക്കുക എന്നുള്ളതില്ല. ഒരു രീതിയിലുള്ള ഇടപെടലുകളും ഇല്ലാതെ പൂർണ്ണമായിട്ടുള്ള ഒരു നിശബ്ദത പാലിക്കുക എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. നമുക്ക് തോന്നും ഒന്നും മിണ്ടുന്നില്ലല്ലോ, അപ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന്. അല്ല, ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ, നമ്മൾ ആ നിശബ്ദതയിൽ നിൽക്കുമ്പോൾ ആരും നമ്മളുടെ അടുത്ത് നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ നേരിടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു വാലിഡേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഇല്ലാതെ വരുമ്പോൾ, ഒരുപാട് തവണ ഇത്തരം സന്ദർഭങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, പലപ്പോഴും പല റിലേഷൻഷിപ്പുകളിലും നമ്മുടെ ചുറ്റുപാടിൽ നിൽക്കുന്ന ഒരു എലമെൻ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതിയെ നമ്മൾ നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. പതിയെ നമ്മൾ ചിന്തിക്കും, ഇനി ഞാനാണോ പ്രശ്നം എന്നുള്ളത്, ഞാൻ പറയുന്നതാണോ പ്രശ്നം, ഞാനിങ്ങനെ ചെയ്യുന്നതാണോ പ്രശ്നം. കാരണം നമ്മളെ വാലിഡേറ്റ് ചെയ്യുന്ന, ഇമോഷണലി സപ്പോർട്ടീവായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകൾ അവിടെ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസും ഒരു ഇടപെടലുകളും ഉണ്ടാവുക. അതായത് പോസിറ്റീവായിട്ടെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്കവിടെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇടപെടലുകൾ അവിടെ ഇല്ല, ആക്റ്റീവായിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് ഇല്ല, ആക്റ്റീവായിട്ടുള്ള ഇൻവാലിഡേഷൻ ഇല്ല, ആക്റ്റീവായിട്ടുള്ള മാനിപ്പുലേഷൻ ഇല്ല. പകരം നിശബ്ദത മാത്രമാണ്.
ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചില ആളുകളുടെ ഇടപെടലുകളിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ എത്രയൊക്കെ സംസാരിക്കാൻ നോക്കിയാലും നമ്മളവിടെ പറയാൻ അതിനെപ്പറ്റി വോയിസ് ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്താലും തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് സൈലൻസ് ആണ്, ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളില്ല. പലപ്പോഴും അതൊരു ന്യൂട്രാലിറ്റി ആയിട്ടും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇടപെടലുകളൊക്കെ ആയിട്ടാണ് ആളുകൾ അതിനെ കണക്കാക്കുക അല്ലേ. അത് അവർ തമ്മിലുള്ള പ്രശ്നമല്ലേ, ഞാനതിൽ ഇടപെടാൻ പോയില്ല, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള പോലെ. പലപ്പോഴും ഇങ്ങനെ ഒരു ന്യൂട്രാലിറ്റി എന്നുള്ളത് അബ്യൂസറിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അബ്യൂസ്ഡ് ആവുന്ന ആൾക്ക് അതൊരിക്കലും ഹെൽപ്ഫുള്ളല്ല. പകരം ഇങ്ങനൊരു അബ്യൂസ് തുടർന്നു കൊണ്ട് പോവാനായിട്ടുള്ള ഒരു അനുവാദമായിട്ടാണ് പലപ്പോഴും ഇങ്ങനൊരു ഇടപെടൽ നടക്കുന്നത്. ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ബൈ സൈലൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ നിശബ്ദത എന്നുള്ളത് ഗ്യാസ് ലൈറ്റിംഗ് ആയി മാറുക എന്നുള്ളത് വളരെ 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 കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇടപെടലാണ്. പലപ്പോഴും നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമ വിക്ടിംസിലേക്ക് വരുമ്പോൾ, അതായത് പലപ്പോഴും അവിടെ എൻ്റെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു പാരൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഇന്നതാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് എന്ന് ഈ പറയുന്ന വ്യക്തിക്ക് തിരിച്ചറിയാൻ തന്നെ ഒരുപാട് കാലങ്ങൾ എടുത്തേക്കാം. അങ്ങനെ തിരിച്ചറിഞ്ഞ് വോയിസ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും വീട്ടുകാരും നാട്ടുകാരും അടുപ്പമുള്ളവരും അല്ലെങ്കിൽ ഹെൽത്തിയർ ആയിട്ടുള്ള പാരൻ്റ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയാണെങ്കിലും അതിനെ പറ്റിയിട്ട് ഒന്നും മിണ്ടുന്നില്ല, അതിനെപ്പറ്റി കമാന്നൊരക്ഷരം ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ഇയാൾ തന്നെ ഇത് പ്രശ്നമാണ്, എനിക്കിവിടെ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ആരും അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാച്ചുറലി ഈ പറയുന്ന എനിക്ക് വട്ടായിട്ടാണോ ഞാനിത് മുഴുവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ പ്രശ്നം കൊണ്ടാണോ, ഞാൻ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടാണോ, എനിക്ക് ഈ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്നുള്ള സെൽഫ് ഡൗട്ടിലേക്ക് പോവുക എന്നുള്ളത് വളരെ നാച്ചുറലാണല്ലേ. ഈ ഒരു ഡൈനാമിക് പലപ്പോഴും ആക്റ്റീവ്ലി അബ്യൂസ് ചെയ്യുന്ന ഒരു പാരൻറ്റും നെഗ്ലക്ട്ഫുൾ ആയിട്ടുള്ള മറ്റേ പാരൻറ്റും ആണെങ്കിൽ പലപ്പോഴും ഈ ഒരു സൈക്കിൾ കുറച്ചും കൂടി വിഷ്യസ് ആണ്. പലപ്പോഴും ഈ രണ്ട് പാരൻസും നാർസിസ്റ്റിക് ആയിരിക്കാം, അല്ലായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഒരു ആക്റ്റീവ്ലി അബ്യൂസ് ചെയ്യുന്ന ഒരാൾ, അയാൾ ബഹളം വയ്ക്കുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻവോൾവ്മെൻറ്റുകളിലെല്ലാം ട്രയാങ്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്നാൽ മറ്റേ പാരൻറ്റിനോട് നമ്മൾ ഇതെന്തൊക്കെ പറഞ്ഞാലും അവിടെ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സൈലൻസ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ അവിടെ കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇതേ ഡൈനാമിക് തന്നെ ബന്ധുക്കളോടും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടും നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വളരെ സൈലൻസ് ആണ് അവിടെ നിന്ന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യുന്നത് മിക്കപ്പോഴും എൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലായിരിക്കും. ഇനി ചൈൽഡ്ഹുഡ് ട്രോമ എന്നുള്ളതിൽ നിന്ന് മാറി റിലേഷൻഷിപ്പിൽ വരുന്ന ട്രോമ എന്നുള്ള രീതിയിലെടുത്താലോ, പ്രസൻറ്റിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പുകളിൽ വരുന്ന കാര്യങ്ങളാണെങ്കിലും അവിടെയും ഇതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ വളരെ ന്യൂട്രലായ ആളുകൾ അതിനെ എടുക്കുകയും അതിനെപ്പറ്റി ആക്റ്റീവ്ലി ആരും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻലോസിനോടായിരിക്കാം നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടായിരിക്കാം പറയുന്നത്, ചിലപ്പോൾ നമ്മളുടെ തന്നെ ഫാമിലിയോടായിരിക്കാം പറയുന്നത്. അവിടെയൊക്കെയും പറയുമ്പോഴും അത് നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡീൽ ചെയ്തോളൂ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നുള്ള മട്ടിൽ ഒട്ടും അതിനെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻസേ ഇല്ല. അബ്യൂസ് കാണുമ്പോൾ അതിനെ വോയിസ് ഔട്ട് ചെയ്യുന്നില്ല, അവിടെ പകരം ഒരു സൈലൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ഗ്യാസ് ലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നാച്ചുറലി അവിടെ നമ്മൾ ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് വളരെ ഇൻസ്റ്റൻ്റായി തന്നെ അത് നമ്മളെ കൊണ്ടുപോകും. അപ്പോഴെല്ലാം തന്നെ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ പിന്നെയും നിൽക്കുന്നതിലേക്കും പിന്നെയും മടങ്ങിപ്പോകുന്നതിലേക്കും പിന്നെയും ട്രൈ ചെയ്യുന്നതിലേക്കുമെല്ലാം ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ പറയുമ്പോൾ കൂടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരിക്കാം, അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നായിരിക്കാം. അവിടെ പലപ്പോഴും നമുക്ക് ഇല്ല, എനിക്കിങ്ങനെയാണ്, എനിക്കിത് പറ്റില്ല, എനിക്കിതാണ് വേണ്ടേ എന്ന് ഉറച്ചു നിൽക്കണമെങ്കിൽ അതത്ര ഈസിയല്ല. പ്രത്യേകിച്ചും ചുറ്റിലുള്ളവരെല്ലാം എന്നോട് ഡിസഗ്രി ചെയ്യുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് നമ്മളുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് അത്ര പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണമെന്നില്ല അല്ലേ. ഇനി അതേപോലെ തന്നെ കുറച്ചും കൂടി വലിയ സ്കെയിലിലേക്ക് നോക്കുമ്പോൾ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലെല്ലാം തന്നെ ഈ സിസ്റ്റംസിൻ്റെ ഇടയിലും ഇത്തരം സൈലൻസ് എന്നുള്ളത്, ഗ്യാസ് ലൈറ്റ് ചെയ്യിപ്പിക്കുന്ന സൈലൻസ് എന്നുള്ളത് ആക്റ്റീവായിട്ട് നിൽക്കാറുണ്ട്. ഉദാഹരണത്തിന് ലീഗലായിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന മെഡിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കാം, ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കാം, റിലീജിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കാം, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കാം. അതിൽ വരുന്ന കാര്യങ്ങളെപ്പറ്റി വോയിസ് ഔട്ട് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സൈലൻസ് ആണ് നമ്മൾ നേരിടുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഒരു ഗ്യാസ് ലൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതേപോലെ
കുറച്ചും കൂടി ജനറലൈസ് ചെയ്ത് അതിനെ പറയുകയാണെങ്കിൽ, വൈകാരികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഇമോഷനിൽ നിൽക്കുമ്പോൾ അതിനോട് അറ്റ്യൂൺഡ് ആയിട്ടുള്ള ഇടപെടലുകളല്ലാതെ മുൻപിലത്തെ ആൾക്കാർ അതിനെ കണ്ടിട്ടേ ഇല്ലാത്ത പോലെയുള്ള ഒരു ഇടപെടലുകൾ വരുമ്പോഴും അത് നമുക്ക് ഗ്യാസ് ലൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാറാറുണ്ട്. അവിടെ ആ ഒരു വാലിഡേറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ലാതെ വരുന്നതാണ് അതിലേക്ക് നയിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മളവിടെ എന്തോ ഒരു കാര്യം വന്ന് ആകെ മനസ്സ് തകർന്നിരിക്കുകയാണെന്ന് കരുതാം. നമ്മളുടെ മുൻപിൽ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട 2 പേര് നമ്മളുടെ മുൻപിൽ ഇരുന്ന് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയി പോകുമല്ലേ. ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകണമെന്ന് ഇവരെന്താ കാണാത്തേ, ഇവർ ചോദിക്കാത്തത് എന്താ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കാത്തത് എന്താ എന്ന് പലപ്പോഴും നമുക്ക് സ്ട്രൈക്ക് ചെയ്തേക്കാം അല്ലേ. നമ്മളതിനെ ഇൻറ്റേർണലൈസ് ചെയ്യുന്നത് എനിക്കെന്തോ പ്രശ്നം ഉണ്ടാകുന്നതാണോ അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഡ്രമാറ്റിക് ആവുന്നു എന്നാണോ അവർ ചിന്തിക്കുന്നത്, ഞാൻ അവിടെ എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണോ അവർ ആലോചിക്കുന്നത്, അതോ എനിക്കുണ്ടായത് എന്താ ആരും കാണുന്നില്ലേ എന്നുള്ള ഒരു ഗ്യാസ് ലൈറ്റിങ്ങിലേക്കും കൺഫ്യൂഷനിലേക്കും നമ്മൾ പോകാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ വരുന്ന ഒരു ഇമോഷണൽ നെഗ്ലക്റ്റ് എന്നുള്ളത് വളരെ ട്രോമറ്റൈസിങ് ആയിട്ട് മാറാറുമുണ്ട്. ജനറൽ ആയിട്ടുള്ള ഒരു അൺഅവെയർനെസ്സും പലപ്പോഴും എനേബിളേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ മനോഭാവവും സ്റ്റാറ്റസ് കോ നിലനിർത്തുന്നതിന് വേണ്ടി, അതായത് എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെ തുടരണം എന്നുള്ളൊരു മനോഭാവം കീപ്പ് ചെയ്യുന്നവരിൽ നിന്ന്, നമ്മുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നെറേറ്റീവ് മനസ്സിൽ സൂക്ഷിക്കുന്നവരിൽ നിന്ന്, അവരുടെ ഭാഗമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരിൽ നിന്ന് എല്ലാം തന്നെ ഇതുപോലെ സൈലൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് നമ്മൾ നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മൾ ആ ഒരു ഇമോഷണൽ നെഗ്ലക്റ്റിൻ്റെ ഒരു ആഴത്തിനെ പറ്റി സംസാരിക്കാത്തൊരു സമൂഹം കൂടി ആവുമ്പോഴത്തേക്കും നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യണം എന്ന് തന്നെയില്ല. അതായത് നമ്മൾ ഒരു വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മളുടെ ഒരു ഡെവലപ്മെൻറ്റൽ ട്രോമയായിട്ട് കാണുന്ന 10 അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകളിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇമോഷണൽ നെഗ്ലക്റ്റ് എന്നുള്ളത്. ഇമോഷണൽ നെഗ്ലക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇമോഷനെ റെക്കഗ്നൈസ് ചെയ്യാതെ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമ്മളൊരു സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയും അല്ലേ. അതായത് ആക്റ്റീവ്ലി ചെയ്തൊരു കാര്യമല്ല, ഒമിറ്റ് ചെയ്തു എന്നുള്ളതാണ്. സിൻ ഓഫ് ഒമിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇമോഷണൽ നെഗ്ലക്റ്റിനെയൊക്കെ പലപ്പോഴും കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ മുൻപിലുള്ള ആളുടെ ആ ഒരു ഇമോഷനോട് അറ്റ്യൂൺഡ് ആവാതെ അവിടെ ആക്റ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ടോ ഇതോ കൊടുക്കാതെ വരുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്തുനിന്ന് അവിടെ ആ ഇമോഷണൽ നെഗ്ലക്റ്റ് ഉണ്ടാക്കുന്ന മുറിവുകളുടെ ആഴം വളരെ വലുതാണ്. പ്രത്യേകിച്ചും ചെറുപ്പകാലം തൊട്ടേ വരുന്നതാണെങ്കിലും പിന്നീട് നമ്മൾ അഡൽഹുഡിൽ വരുന്നതാണെങ്കിലും അതെ, അതിൻ്റെ ആ മുറിവിൻ്റെ ആഴം വളരെ വലുതാണ്. പലപ്പോഴും അവിടെ നമ്മൾ വോയിസ് ഔട്ട് ചെയ്യുകയും അവിടെ അയാളുടെ അടുത്ത് നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ന ഒരു കാര്യം വരുമ്പോൾ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അബ്യൂസിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ അവെയർനെസ്സിൽ ഇത്രമാത്രം സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ അവെയർനെസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പുറമേ ഒരു കാര്യം കാണുമ്പോൾ നമുക്കത് വോയിസ് ഔട്ട് ചെയ്യാനും പറ്റുള്ളൂ അല്ലേ. ഇത് ഓക്കെ അല്ല, നീ ഇവിടെ ശരിക്കും നീ ഒരു പ്രശ്നത്തിൽ തന്നെയാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് അയാളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ ഒന്ന് വോയിസ് ഔട്ട് ചെയ്യാനോ പറ്റുമ്പോൾ ആ വാലിഡേഷൻ എന്നുള്ളതായിരിക്കും പലപ്പോഴും അയാളുടെ സെൽഫ് ഗ്യാസ് ലൈറ്റിങ്ങിൽ നിന്ന് അയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. പലപ്പോഴും നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസണും ഇതുപോലെ വാലിഡേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഇല്ലാതിരിക്കുമ്പോഴാണ്. നമ്മളെപ്പോഴും പറയും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കാണുന്ന ഏറ്റവും കോമൺ പാറ്റേൺ എന്നുള്ളത് നമ്മൾ ഈ അബ്യൂസിനെ പറ്റിയിട്ട് ആരോടും പറയുന്നില്ല എന്നുള്ളതാണ്. ആർക്കും അറിയില്ല, പലപ്പോഴും കൂട്ടുകാർക്കറിയില്ല, വീട്ടുകാർക്കറിയില്ല, ആർക്കും അറിയില്ല നമ്മൾ ഇതുപോലെ അബ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. അതിൻ്റെ റീസൺ ഞാൻ കടന്നു പോകുന്നത് അബ്യൂസ് ആണെന്ന് നമുക്കറിയണ്ടേ. നമുക്കറിയാത്തത് എന്തുകൊണ്ടാണ്? ആരും ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളോട് ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇത് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏറ്റവും അധികം ട്രോമ സർവൈവേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വിചാരിച്ചത് എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണെന്നാണ്. എനിക്ക് വലുതായി കഴിഞ്ഞ് കോളേജിലെത്തി സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ അല്ലാന്ന്, അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്തിനോട് എക്സ്പോസ്ഡ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതല്ല നോർമൽ എന്നുള്ളത്. അതുവരെ ഞാൻ ചിന്തിച്ചത് എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണെന്നാണ്. വളരെ കോമൺ ആയിട്ട് ട്രോമ സർവൈവേഴ്സ് പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കിതൊരു പ്രോബ്ലം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇത് കണ്ടിട്ടുള്ള ആരും തന്നെ നമ്മളോടത് പ്രോബ്ലമാണ് എന്ന് പറഞ്ഞിട്ടില്ല. പലപ്പോഴും അങ്ങനെ വാലിഡേറ്റിംഗ് ആയിട്ടുള്ള 1-2 ആളുകളുടെ വോയിസ് എങ്കിലും നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കവിടെ സെൽഫിനെ വാലിഡേറ്റ് ചെയ്യാനും നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള ട്രോമയിൽ നിന്ന് പുറത്തു വരാനും നമ്മളെ അത് ഒരുപാട് സഹായിക്കും.
അല്ല ഇന്നൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിങ്ങനെയല്ല, ഇത് ഓക്കെ അല്ല എന്ന്, അപ്പം മേ ബി ശരിയായിരിക്കും, അപ്പം എൻ്റെ ഭാഗത്തായിരിക്കില്ല തെറ്റ് എന്ന് സെൽഫിനെ വാലിഡേറ്റ് ചെയ്യാൻ പലർക്കും സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ വോയിസ് ഔട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്പേസ് എങ്കിലും ഉണ്ടാവുന്നതായിരിക്കും അല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സൈലൻസ് എന്നുള്ളത് പലപ്പോഴും അബ്യൂസ് തുടരാനും ടോർമെൻറ്റ് ചെയ്യുന്നവരെയും അല്ലെങ്കിൽ ഒപ്രസ് ചെയ്യുന്നവരെയും അവരുടെ പ്രവർത്തികൾ തുടരുന്നതിന് വേണ്ടി കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി അലൗ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും വിക്റ്റിമായിട്ടുള്ള വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ന്. പലപ്പോഴും അവിടെയാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു നിലപാടുണ്ടാവുക എന്നുള്ളതും അതിനുവേണ്ടി നമ്മൾ സംസാരിക്കുക എന്നുള്ളതും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, പ്രത്യേകിച്ചും ഇതുപോലെ അബ്യൂസീവായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സൊസൈറ്റീസ് ആകുമ്പോൾ. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്നുള്ള ഒരു സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാ ആളുകളും വട്ടം കറങ്ങുന്നത് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ചുറ്റുമായിരിക്കും അല്ലേ. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്തിലായിരിക്കും അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളിലായിരിക്കും എല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. പലപ്പോഴും എല്ലാവരും അതിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അത് മാത്രം കാണുമ്പോൾ നെഗ്ലക്റ്റഡ് ആയി പോകുന്ന, തിരിച്ചറിയാതെ പോകുന്ന ഇമോഷണൽ പെയിനാണ് പലപ്പോഴും ആ സർവൈവറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുക. പലപ്പോഴും അതിനെ നമ്മൾ കാണാതെ പോകുന്നതിൻ്റെ റീസൺ പലപ്പോഴും അബ്യൂസ് എന്നുള്ളതും ടോക്സിസിറ്റി എന്നുള്ളതും റിലേഷൻഷിപ്പിൽ വരുന്ന ട്രോമ എന്നുള്ളതും എപ്പോഴും നോയ്സി ആവണമെന്നില്ല, എപ്പോഴും ആക്റ്റീവ് ആവണമെന്നില്ല, എപ്പോഴും ലൗഡായിട്ടുള്ള നമ്മളെ പ്രോബ്ലമാറ്റിക് ആണെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം എന്നില്ല. പലപ്പോഴും അത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിലൂടെയാണ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത്. ഈ ഒരു എന്താ പറയുക ചാനലിൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരുപാട് ക്ലാരിറ്റി അതിലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കും എന്നെനിക്കറിയാം. പലപ്പോഴും എന്ന് പറയുന്നത് നമ്മൾ ഈവൻ ലൗഡായിട്ടുള്ള ഒരു അബ്യൂസ് ആണെങ്കിൽ പോലും തിരിച്ചറിയാത്ത, മനസ്സിലാക്കാത്ത, ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് ചിന്തിക്കുന്ന, നമ്മൾ അതിലൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന, ഞങ്ങളിങ്ങനെയല്ല നിങ്ങളെന്താ ചായ്ക്കോളും എന്നുള്ള മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് റിലേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുന്ന ഒരു സമൂഹമായിരിക്കുമ്പോൾ ആ സൈലൻസിലൂടെ ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് പലരുടെയും തിരിച്ചറിയപ്പെടാത്ത, വോയിസ് ഔട്ട് ചെയ്യാത്ത, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലാത്ത ട്രോമയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം ആ ഒരു പെയിൻ തിരിച്ചറിയാനും സ്വന്തം എക്സ്പീരിയൻസിനെ വാലിഡേറ്റ് ചെയ്യാനും സ്വന്തം ഉള്ളിലത്തെ ആ ഒരു മുറിവിൽ വർക്ക് ചെയ്ത് സ്വയം സപ്പോർട്ട് ചെയ്ത് സെൽഫ് കമ്പാഷനേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്നും, നമ്മളുടെ ഭാഗത്തുനിന്ന് ഇനി അടുത്ത ഒരു റിലേഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ കുട്ടികളാവാം, സുഹൃത്തുക്കളാവാം, ബന്ധുക്കളായിരിക്കാം, നമ്മളുടെ പാർട്ട്ണറായിരിക്കാം, ഇനി അടുത്ത നമ്മളുടെ ചുറ്റിലുള്ളൊരു സ്പേസിലേക്ക് വരുമ്പോൾ ഇമോഷണലി വാലിഡേറ്റ് ചെയ്യുക എന്നുള്ള, അത്രയും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതിലൂടെ പോസിറ്റീവായിട്ടുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസ് എല്ലാവർക്കും ജീവിതത്തിൽ പകർത്താനും മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.